ചില കുഞ്ഞു കുഞ്ഞു കഥകളിൽ നല്ല ഗുണപാഠങ്ങളുണ്ട് അല്ലേ? ചില ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുന്നത് നമുക്ക് പ്രചോദനം നൽകാറില്ലേ? അത്തരത്തിലുള്ള ഒരു കുഞ്ഞു കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. മുത്തശ്ശൻ്റെയും കുട്ടിയുടെയും കഥ. സിറ്റിയിൽ താമസിക്കുന്ന കുട്ടി ഗ്രാമത്തിലെ മുത്തശ്ശനെ കാണാൻ വേണ്ടിയിട്ട് എത്തുകയാണ്. കുട്ടി വളരെ ഹാപ്പിയാണ്. മുത്തശ്ശനെ കാണുമ്പോൾ കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ്. കുട്ടി മുത്തശ്ശൻ്റെ കൂടെ കളിക്കാറുണ്ട്, പാട്ട് പാടാറുണ്ട്, കഥകൾ കേൾക്കാറുണ്ട്. അങ്ങനെ വളരെ സന്തോഷമായിട്ട് മുത്തശ്ശൻ്റെ കൂടെ കുട്ടി കളിക്കുകയാണ്. ഒരു ദിവസം കുട്ടി മുത്തശ്ശനോട് ചോദിച്ചു, മുത്തശ്ശ, എനിക്ക് വലുതാകുമ്പോൾ അങ്ങയെപ്പോലെ ശക്തനായ ഒരാളാകണം. എങ്ങനെയാ അതിന് കഴിയുക? മുത്തശ്ശൻ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് കുട്ടിയെ തൊട്ടടുത്തുള്ള ഒരു പ്ലാന്റ്സിന്റെ നഴ്സറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്നും അദ്ദേഹം ചെടിച്ചട്ടിയിലെ 2 വൃക്ഷത്തൈകൾ വാങ്ങി. രണ്ടുപേരും വീട്ടിലെത്തി. അതിൽ ഒരു വൃക്ഷത്തൈയെ പുറത്ത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന സ്ഥലത്ത് നട്ടു, മറ്റേതിനെ വീടിനുള്ളിലും വെച്ചു. എന്നിട്ട് മുത്തശ്ശൻ കുട്ടിയോട് ചോദിച്ചു, മോനെ, നീ എന്ത് കരുതുന്നു? ഇതിൽ ഏത് ചെടിയായിരിക്കും വളരെ നന്നായി വളരുക? കുട്ടി ഒരല്പസമയം ആലോചിച്ചിട്ട് പറഞ്ഞു, വീടിനുള്ളിൽ വെച്ച ചെടിയാകും നന്നായി വളരുക. കാരണം ഈ ചെടി സേഫ് ആണ്. കാറ്റിൽ നിന്നും മഴയിൽ നിന്നും മൃഗങ്ങളിൽ നിന്നുമൊക്കെ ഈ ചെടി സുരക്ഷിതമാണ്. പക്ഷെ പുറത്തു നട്ട ചെടി അങ്ങനെ അല്ലല്ലോ, അതിന് സുരക്ഷിതമായി വളരാൻ കഴിയില്ലല്ലോ, കുട്ടി പറഞ്ഞു. അങ്ങനെയാണോ മോനെ നീ ചിന്തിക്കുന്നത്? ശരി, നമുക്ക് നോക്കാം. ഭാവിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരിക്കാം. അവധിക്കാലം കഴിഞ്ഞതിനാൽ കുട്ടി തിരിച്ച് പാരന്റ്സിനോടൊപ്പം സിറ്റിയിലേക്ക് മടങ്ങി. വർഷങ്ങൾ കഴിഞ്ഞു. കുട്ടി മുതിർന്നു. ഒരിക്കൽ മുത്തച്ഛനെ കാണാനായി വീണ്ടും ഗ്രാമത്തിലേക്ക് വന്നു. ഒരു ദിവസം മുത്തച്ഛനോട് അവൻ പഴയ ക്വസ്റ്റ്യൻ ആവർത്തിച്ചു. മുത്തച്ഛ, എങ്ങനെയാ സ്ട്രോങ് ആൻഡ് സക്സസ്ഫുൾ പേഴ്സൺ ആകുക? അന്ന് വന്നപ്പോൾ താങ്കൾ എൻ്റെ ക്വസ്റ്റ്യന് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നാൽ ഇപ്പോൾ ഉറപ്പായും താങ്കൾ എനിക്ക് ഉത്തരം നൽകണം, അവൻ വാശി പിടിച്ചു. ഉറപ്പായും ഞാൻ പറയാം മോനെ. അതിനു മുന്നേ ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാം. വർഷങ്ങൾക്ക് മുൻപ് 2 വൃക്ഷത്തൈ വാങ്ങിയ കാര്യം നീ ഓർക്കുന്നുണ്ടോ? അതിപ്പോൾ എത്രത്തോളം വളർന്നു എന്ന് നോക്കാം. ആദ്യം വീടിനുള്ളിൽ വെച്ച വൃക്ഷത്തൈ കാണാം. അത് കൂടുതൽ വളർന്നിട്ടില്ല. വളരെ ചെറിയൊരു ചെടിയായി അതിപ്പോഴും നിൽക്കുന്നു. അതിനുശേഷം മുത്തച്ഛൻ അവനെ വീടിന് പുറത്തു നട്ട ചെടിയുടെ അരികിലേക്ക് കൊണ്ടുപോയി. ആ ചെറിയ തൈ ഇപ്പോൾ വലിയ വൃക്ഷമായി മാറിയിരിക്കുന്നു. അതിന്റെ ശിഖരങ്ങൾ നന്നായി പടർന്നിട്ടുണ്ട്. നല്ല ബലമുള്ള വലിപ്പമുള്ള ഒരു വൃക്ഷമായി നിൽക്കുന്നു ഇപ്പോൾ. ഇനി നീ തന്നെ ഉത്തരം പറയൂ മോനെ. ഏത് വൃക്ഷമാണ് കൂടുതൽ ആരോഗ്യത്തോടെയും ശക്തിയോടെയും വളർന്നത്? പുറത്ത് മണ്ണിൽ നട്ട ചെടി തന്നെയല്ലേ? മുത്തശ്ശൻ തുടർന്നു. ഈ വൃക്ഷം വളർന്നത് കഠിനമായ പല പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ചാണ്. കൊടുങ്കാറ്റും പേമാരിയും സൂര്യന്റെ ശക്തമായ ചൂടും അങ്ങനെ പലതും അഭിമുഖീകരിച്ചാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ വേണ്ടി അത് മണ്ണിൽ ആഴത്തിൽ അതിന്റെ വേരുകൾ പടർത്തി. ശിഖരങ്ങൾ പടർന്നു പന്തലിച്ചു. ഏതു സാഹചര്യത്തെയും അതിജീവിക്കാൻ പാകത്തിന് ശക്തിയുണ്ട് ഇപ്പോൾ ഈ വൃക്ഷത്തിന്. എന്നാൽ വീടിനുള്ളിലെ ആ വൃക്ഷത്തെ ഇപ്പോഴും ചെറുതാണ്, ബലമില്ലാത്തതുമാണ്. പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഇതിന് കഴിയില്ല ഇപ്പോൾ. എന്നിട്ട് മുത്തശ്ശൻ അവന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിച്ചു വളരാൻ കഴിയുമ്പോഴാണ് നാം കൂടുതൽ ശക്തരാകുന്നതും ജീവിത വിജയം നേടാൻ കഴിയുന്നതും. ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കാതെയാണ് നാം വളരുന്നതെങ്കിൽ ഭാവിയിൽ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നാം ബലഹീനരായി പോകും. പക്ഷേ ഏതു വെല്ലുവിളികളെയും ധൈര്യമായി നേരിടാൻ കഴിയുന്നത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് വളർന്നു വരുമ്പോഴാണ്. അതുകൊണ്ട് ജീവിതത്തിൽ പ്രോബ്ലംസ് ഉണ്ടാവുമ്പോൾ അതിനെ നേരിടണം. അവയെ മുന്നോട്ടുള്ള ജീവിതത്തിലെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി കരുതണം. അവൻ ആ മരത്തിലേക്ക് കുറച്ചു സമയം നോക്കി നിന്നു. മുത്തശ്ശന്റെ വാക്കുകൾ അവന്റെ കാതുകളിൽ പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. ജീവിതത്തിലെ വില്ലനായി നാം കരുതുന്ന തടസ്സങ്ങൾ തന്നെയാണ് നമ്മെ ശക്തരാക്കുന്നതും അതിലൂടെ കൂടുതൽ വിജയം നേടാൻ കാരണമാവുന്നതും. അതുകൊണ്ട് കൊടുങ്കാറ്റിനെ ഭയക്കാതെ മുന്നോട്ട് തന്നെ യാത്ര തുടരാം. ഏതു വെല്ലുവിളികളെയും നേരിടാനുള്ള തന്റേടവും ആത്മവിശ്വാസവുമാണ് വിജയത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിന്റെ ആദ്യ ലക്ഷണം. സോ കീപ് ഗോയിങ്.